ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ടോട്ടലി ഇന്നലത്തെ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് നേച്ചർ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ്സ് ടോട്ടലി ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ടോട്ടലി ഒരു നെഗറ്റീവ് ട്രെൻഡ് നമുക്ക് നിലവിലുണ്ട്. ഡോ ജോൺസ് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 104 പോയിന്റ്സ് ഡൗൺ ആണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി ഡൗൺ ആണ്. നിഫ്റ്റി നോക്കുമ്പോൾ പോലും നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. സോ ബേബി നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലേക്കായിരിക്കും നീങ്ങുന്നത്. എന്തുകൊണ്ട് ഇത്രയും ഒരു നെഗറ്റീവ് സ്ട്രക്ചറിലേക്ക് പോയെന്ന് നമുക്ക് പറയാറായിട്ടില്ല. ഇപ്പോൾ ടോട്ടലി ഏഷ്യൻ മാർക്കറ്റ്സിലെല്ലാം ഒരു കനത്ത സെല്ലിംഗ് നടക്കുന്നുണ്ട്, തായ്വാൻ വെയിറ്റഡ്. അപ്പം എല്ലാ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുമ്പോഴും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്നത്തെ ദിവസം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ കുറച്ചൊരു അവസ്ഥയും കൂടെ ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയിൽ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ സ്ട്രക്ചറലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ഒരു ഡിമാൻഡ് ഏരിയ എടുത്തിട്ടുണ്ട്. ആ ഡിമാൻഡ് ഏരിയ ഏതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിഫ്റ്റി സ്ട്രെങ്ത് ഹോൾഡ് ചെയ്യുന്ന സോൺസ്, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് ഹോൾഡ് ചെയ്യുന്ന സോൺസ് എന്ന് പറയുന്നത് 25,000 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ്. മാർക്കറ്റ് ഇത്രയും നല്ല രീതിയിൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 4 hour ചാർട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് എന്തിനാണ് നോക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് കുറച്ച് വ്യക്തമാവും. മാർക്കറ്റിലെ ഡൗൺ സൈഡിന് ശേഷം ഒരു ബേസ് ഉണ്ടാക്കി ആ ബേസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടക്കണം. ടെക്നിക്കലി സ്പീക്കിംഗ് അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്കിവിടെ നിഫ്റ്റിയിലെ ചാർട്ടിൽ കാണും. അപ്പം നമുക്ക് ചിന്തിക്കാം നിഫ്റ്റിയിലൊക്കെ ഇങ്ങനെ പാറ്റേൺസ് വർക്ക് ചെയ്യില്ല എന്നൊക്കെ ചിന്തിക്കാം. ബട്ട് അത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ടോപ്പിക്കാണ്. നിഫ്റ്റിയിലും എല്ലാത്തിനും പാറ്റേൺസ് ഒക്കെ വർക്ക് ചെയ്യാം. നമുക്കത് നോക്കുന്ന ആളുകൾക്ക് ഓക്കെയാണ്. പാറ്റേൺ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ പാറ്റേൺ ഫെയിൽ രണ്ടിലേതെങ്കിലും സംഭവിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ ഒരു ടെക്നിക്കൽ സ്ട്രെങ്ത് ഞാനിപ്പോൾ നിലവിൽ കാണുന്നുണ്ട്. ഈ ഒരു ബേസ് ഏരിയ ഹോൾഡ് ചെയ്യണം. അതായത് ഈ 25,000 എന്ന് പറഞ്ഞാൽ ഈ സോൺ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ബുള്ളിഷ് മൊമെൻറ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ പറയും. ഈ ഒരു ഏരിയ 25,000 ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കിട്ടിയാൽ മതി. മറിച്ച് 25,000 ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ക്രാഷ് ഉണ്ട്, 25,000 ഡൗൺ സൈഡ് വന്ന് ബ്രേക്ക് ചെയ്യുവാണ്, ഡൗൺ സൈഡ് താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ ഈ ഒരു വ്യൂവിൽ നിന്ന് മാറും. ഈ ഒരു ബേസ് ഏരിയ ഹോൾഡ് ചെയ്യട്ടെ. 25,000 എന്ന് പറഞ്ഞാൽ ഈ സോൺ ഹോൾഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഞാൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിലേക്ക് ഞാൻ നീങ്ങുന്നതായിരിക്കും. 15 മിനിറ്റ് ചാർട്ടിലേക്ക് ഒന്ന് പോകാം. 15 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ നോക്കി കുറച്ചുകൂടെ വ്യക്തമാണ് കണ്ടല്ലേ. ഈ ഒരു ഏരിയ മാർക്കറ്റ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹോൾഡ് ഓൺ ചെയ്തു എന്നും ബയേഴ്സ് എന്ത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു നിങ്ങൾ നോക്കിയേ. ഓരോ തവണ 25,000 വരുമ്പോഴും മാർക്കറ്റ് ഈ ഏരിയ ഡിഫെൻഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഈ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിലെല്ലാം പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സെല്ലിംഗ് പ്രഷറിനെ കുറിച്ചാണ്. മാർക്കറ്റിൽ നിങ്ങൾ നോക്കി ഈ ഒരു സെല്ലിംഗ് പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് ടോട്ടലി ഒരു നല്ലൊരു ബൈയിങ് സ്ട്രെങ്ത് മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കണ്ടില്ല ഈ ഒരു ഏരിയ കാര്യം ഓരോ തവണ 25,905 അല്ലെങ്കിൽ 24,000 3,800 സോണിലെത്തുമ്പോഴും മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു. സോ മാർക്കറ്റ് അടുത്ത് ഇനി ബ്രേക്ക് ചെയ്യേണ്ട ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് 25,895 to 25,900 എന്ന് പറയുന്ന ഈ സോണാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാം. 25,900 ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിയ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. ബയേഴ്സ് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. 25,900 ബ്രേക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് 2 ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻട്രാഡേ ലെവൽസ് നോക്കാം. ഇൻട്രാഡേ ലെവൽസ് ആണെങ്കിൽ മേ ബി ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ തന്നെയായിരിക്കും മാർക്കറ്റ് നിൽക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇൻ ബിറ്റ്വീൻ മാർക്കറ്റിൽ ഈ ഒരു ഏരിയ 25,600 സോൺസ് ഒക്കെ അത്യാവശ്യം സെല്ലിംഗ് പ്രഷർ നേരിടാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഈ മാർക്കറ്റ് പൂർണ്ണ സ്ട്രെങ്ത് ആയതിനു ശേഷം നമുക്ക് കുറച്ചധികം സ്റ്റോക്സ് മാർക്കറ്റിലെ പ്രൈസ് ആക്ഷനൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുവരേക്കും നമ്മൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രം നോക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇന്ന് റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ ITC, ടാറ്റ മോട്ടോഴ്സ്, സ്വിഗ്ഗി, REC, പേടിഎം, കാനറ ബാങ്ക്, കോൾഗേറ്റ്, അദാനി പവർ, ബ്ലൂ സ്റ്റാർ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോറോമൻഡൽ, ഡാബർ ഇന്ത്യ, ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. IEX, ഇൻഡിജീൻ, ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജ്മെന്റ്, കേപിച്ച്, മണപ്പുറം ഫിനാൻസ്, നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെന്റ്, TPC ഗ്രീൻ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോഡക്ട്സ്, വേദാന്ത, ഒരുപാട് സ്റ്റോക്സ്. മാർക്കറ്റിനെ പിടിച്ചു കൊടുക്കാൻ പറ്റാവുന്ന സ്റ്റോക്സിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇന്ന്. മേജർ പ്ലേയേഴ്സായ ITC, ടാറ്റ മോട്ടോഴ്സ് അടക്കമുള്ളവരുടെ റിസൾട്ടാണ്. പിന്നെ അത് ഇപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ട് ദിവസം നിൽക്കുക. ഒരുപാട് നല്ല റിസൾട്ടുകളുണ്ട്. LNTയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റിൽ സ്ലൈറ്റ്ലി ഒരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. മാർജിനും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ലോധയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിന് പ്രോഫിറ്റിംഗ് റവന്യൂവിന് ജമ്പ് ഉണ്ടായിട്ടുണ്ട്. NSDLന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് റൈസ് ഉണ്ടായിട്ട് റവന്യൂവിന് സ്ലൈറ്റ്ലി ഉള്ളൊരു ഫോളോ ഉണ്ടായിട്ടുണ്ട്. LT ഫുഡ്സ് നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. SBI കാർഡ്സിൻ്റെയും നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പ്രോഫിറ്റും റവന്യൂ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെയാണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. 177 ക്രോഡ്സിൽ നിന്നും ഒരു 144.7 ക്രോഡ്സ്, ഒരു ഡീസൻറ്റ് റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കൊച്ചിൻ ഷിപ്പ് യാർഡിൽ. ഓക്കെ, സുന്ദരം ഫാസ്റ്റനേഴ്സിന്റെ പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. GPTക്ക് ആണെങ്കിൽ GPG ഇൻഫ്രാ പ്രൊജക്ട്സിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്, റവന്യൂ ബട്ട് റൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ ആണെങ്കിൽ പ്രോഫിറ്റ് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് നെറ്റ് പ്രീമിയം ഏൺഡ് ഗ്രോസ്
ഗ്രോ ചെയ്തിട്ടുണ്ട്, നെറ്റ് കമ്മീഷൻ ഗ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട റിസൾട്ട് വന്നിട്ടുള്ളത് സാജിലിറ്റിയാണ്. പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, റവന്യൂ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ആസ്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്, റവന്യൂ കൂടിയിട്ടുണ്ട്. സിംഫണി പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, റവന്യൂ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് റിസൾട്ട്. GRSയുടെ ആണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട്. പ്രോഫിറ്റ് 73% ആണ് സ്പൈക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 98.2 crores ആയിരുന്നത് മോസ്റ്റ്ലി 170 crores ആയിട്ട് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. റവന്യൂവിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം M&M ഫിന്നിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ലൈറ്റ്ലി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ജമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമുണ്ട്. തൈറോ കെയർ ആണെങ്കിൽ പ്രോഫിറ്റും റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നോർത്തേൺ റെയിൽവേയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിട്ടുണ്ട്, 1201 കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് RVNL ആണ് ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുള്ളത്. ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് റെയിൽ ആൻഡ് റോഡ് ബ്രിഡ്ജസ് രണ്ടിൻ്റെയും ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ് റിവർ ഗംഗയോട് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രധാന പ്രൊജക്റ്റാണ്. അതിൻ്റെ ലോവസ്റ്റ് ബിഡറായിട്ട് RVNL വന്നിട്ടുണ്ട്. സോ RVNLന് പുതിയ പുതിയ പ്രൊജക്ട്സ് കിട്ടുന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ന്യൂസ്. ഒരു വിപ്രോ ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ എന്തായാലും സ്റ്റോക്സിലോട്ട് കിടക്കുകയാണ്. ഒരുപാട് സ്റ്റോക്സ് ഒക്കെ ഉണ്ട്, വാച്ച് ലിസ്റ്റിലുണ്ട്. അപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് വാറി എനർജീസ് ഞാൻ കുറച്ച് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വാറി ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ 200 പോയിന്റ്സിൻ്റെ ഇതും വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് മാർക്കറ്റ് ഹോൾഡ് ചെയ്യില്ലെന്ന് നോക്കാം. വാറിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം തീരുമാനം എടുക്കാം. പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയമിൻ്റെ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഒരു സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് വീണ്ടും റീബൗണ്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പൊക്കെ മാർക്കറ്റ് നടന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുള്ളതായിട്ട് കാണാം അല്ലേ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പം ക്യാൻഡിൽ സ്റ്റിക്സ് പ്രൈസും എനിക്കിതിൽ തൃപ്തി ഉള്ളതുകൊണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. ഒരു 410 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് വരുന്നത്. 410 ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഈ സ്ട്രെങ്ത് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 410 ഈ ഒരു ഏരിയയുടെ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 410 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം സ്വിംഗ് ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് വച്ചേക്കുക. ഓക്കെ, കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, 410 ഹോൾഡ് ചെയ്യണം. 410 ഹോൾഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഒരു സ്വിംഗ് വാച്ച് ലിസ്റ്റിൽ നിന്ന് ഞാൻ അങ്ങ് ഒഴിവാക്കും. ഇത്രയേ ഉള്ളൂ. പിന്നെ എപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ് എന്ന കമ്പനി ഞാൻ ഇന്നലെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. 301 റേഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. 320, 330 റേഞ്ച് ഒരു ചെറിയ മൈൽഡായിട്ടുള്ള പോസിറ്റീവ്സ്. ഒരു മൊമെൻറ്റം ട്രേഡിംഗ് കൺസിഡർ ചെയ്ത് ഒരു 4 to 6% മൂവ്മെൻറ്റിനാണ് ക്യാച്ച് ചെയ്യാനാണ് ഞാൻ എപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട്. 320 റേഞ്ചിൽ ഒരു ചെറിയ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എപ്പെക്സ് ഫ്രോസൺ ഫുഡ്സും ഞാൻ ഇന്നലെ വാച്ച് ലിസ്റ്റിലിട്ടുണ്ട്. സോ ഇത് രണ്ടും ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ പറയല്ലേ, മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി വരുമ്പോഴേ ഞാൻ കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ലൈറ്റ്ലി മോഡിൽ പോവുകയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.